ഹലോ മക്കളെ, 2024 SSLC ഫിസിക്സ് മോഡൽ പരീക്ഷയിൽ പലരെയും ചുറ്റിച്ച ഒരു ചോദ്യമായിരുന്നു ഈ സാധനം. ഇങ്ങനെ ഡയഗ്രാം വന്നിട്ട് അവർ ചോദിച്ചു നിങ്ങളോട്, അനലൈസ് ദ ഫോളോയിങ് സർക്യൂട്ട്സ്. ഇൻ വിച്ച് സർക്യൂട്ട് ദ ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഏതിലാണ് മക്കളെ സമാന്തരമായി കണക്ട് ചെയ്തിരിക്കുന്നത്? അങ്ങനെ കണ്ടുപിടിക്കുക. ഷേപ്പ് നോക്കി പറയരുത്. സാർ അപ്പുറത്തും ഇപ്പുറത്തും പാരലൽ കറക്റ്റാണ്, പക്ഷേ അങ്ങനെ നോക്കി നിങ്ങൾ പറയരുത്. സ്വിച്ച് ഓൺ ആക്കുക, ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇങ്ങോട്ട് വരട്ടെ. കറണ്ട് ഇവിടെ എത്തുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുന്നു, കുറച്ച് ഇങ്ങോട്ട് പോകുന്നു. കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ പാരലൽ. ഇവിടെ ബാറ്ററി ഓൺ ആക്കുക, സ്വിച്ച് ഓൺ ആക്കുക, ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇങ്ങനെ വരുന്നു. ഒരേ കറണ്ടാണ് രണ്ട് ബൾബിലൂടെ, അല്ലേ? രണ്ട് ബൾബ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററാണ് ശരിക്കും പറഞ്ഞത്. അതിലൂടെ പോകുന്നത് ഒരേ കറണ്ടാണ്, സീരീസ്. അങ്ങനെ ആ ലോജിക്കിൽ നമുക്ക് പറയാം എ എന്ന് പറഞ്ഞ സർക്യൂട്ടാണ് പാരലൽ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് ആരെയും വലിയ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. മിക്ക കുട്ടികൾക്ക് ഇത് കറക്റ്റായിട്ട് ആൻസർ കിട്ടി. ഇനി the bulb in which circuit glows brighter when all the switches are put on. ഏത് ബൾബാണ്, ഏത് സർക്യൂട്ടിലെ ബൾബുകളാണ് ബ്രൈറ്റർ, കൂടുതൽ കത്തുന്നതെന്ന് ചോദിച്ചു. ഇതാണ് കുറേ കുട്ടികൾക്ക് ആൻസർ പറയാൻ പറ്റത്. സാർ ഇവിടെ 6 വോൾട്ട്, ഇവിടെ 6 വോൾട്ട്, ഇവിടെ 3 വാട്ടിന് 3 വാട്ട്, 3 വാട്ട്, എല്ലാ ബൾബും സെയിം, ബാറ്ററിയും സെയിം, അപ്പോൾ സെയിം ബ്രൈറ്റ്നസ് അല്ലേ ഉണ്ടാകുന്നതാണ് കുറേ കുട്ടികൾ വിചാരിച്ചത്. പക്ഷെ ആൻസർ തെറ്റി. എന്താണ് ആൻസർ? നിങ്ങളിപ്പോൾ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലേ? ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് മാത്രം പോരാ. ഈ ചോദ്യത്തിന് പല പല ചോദ്യങ്ങളും കൂടെ ചോദിക്കാൻ പറ്റും. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. സംഭവത്തിലുള്ള മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് റെസിസ്റ്റേഴ്സ്, ബൾബ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററാണ്, പാരലൽ കണ്ട് ചെയ്താൽ, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ബാറ്ററിയുടെ അതേ വോൾട്ടേജ് അവർക്ക് കിട്ടും. അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് 6 വോൾട്ട് ആണല്ലോ ഇവിടെ, അതേലോ. ആ 6 വോൾട്ട് ആർക്ക് കിട്ടും? 2 പേർക്കും കിട്ടും. ഇവനും 6 വോൾട്ട് കിട്ടും. ഇത് 6 വോൾട്ട് കിട്ടിയെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവന് ബാറ്ററിയുടെ 6 വോൾട്ട് എന്ത് കിട്ടും? ഇവനും കിട്ടും, ഇവനും കിട്ടും. അപ്പം ഇവനും 6 വോൾട്ട് കിട്ടി. ഇത് അവരതിൻ്റെ കൂടെ എഴുതിയതാണ്. 6 വോൾട്ട് കിട്ടിയെന്നല്ല അതിൻ്റെ അർത്ഥം. പാരലൽ ആയതുകൊണ്ട് 6 വോൾട്ട് 2 പേർക്കും കിട്ടി. 2 പേർക്കും സെയിം വോൾട്ടേജ് ആയിട്ട് 6യുടെ വോൾട്ടേജ് ബാറ്ററി വോൾട്ടേജ്. എന്നാൽ സീരീസിൽ അങ്ങനെയാണോ? സീരീസിൽ അങ്ങനെയല്ല. സീരീസിൽ കറണ്ട് സെയിം ആയിരിക്കും, ഒരേ കറണ്ടാണ് 2 പേർക്കും കിട്ടുക. പക്ഷേ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുക. അതായത് 6 വോൾട്ട് 2 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. എങ്ങനെയായിരിക്കും കിട്ടുക? രണ്ടുപേരും സെയിം ബൾബുകളായതുകൊണ്ട് ഈക്വലിയാണ് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുക. അതായത് ഈ 6 വോൾട്ടിൽ ഒരു 3 വോൾട്ട് ഇവനും 3 വോൾട്ട് ഇവനും കിട്ടും. അപ്പോൾ ഇവിടെ അവർ സാർ 6 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ സംഭവം എന്നറിയുമോ? ഇവിടെ ഇങ്ങനെ 3 വാട്ട് 6 വോൾട്ട് എന്ന് എഴുതിയതിന് അർത്ഥം എന്താണ്? 6 വോൾട്ട് കിട്ടിയിരുന്നെങ്കിൽ അവൻ 3 വാട്ട് പവർ തന്നേനെ എന്നാണ്. 6 വോൾട്ട് കിട്ടിയെങ്കിൽ 3 വാട്ട് തരും, 6 വോൾട്ട് കിട്ടിയെങ്കിൽ 3 വാട്ട് തരും. പക്ഷേ ഈ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവന് 3 വോൾട്ടേ കിട്ടുന്നുള്ളൂ, ഈ ബൾബിന് 3 വോൾട്ടേ കിട്ടുന്നുള്ളൂ, ഇവന് 3 വോൾട്ടേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവൻ 3 വാട്ട് പവർ തരുമോ? ഇല്ല. 6 വോൾട്ട് കിട്ടിയാൽ 3 വാട്ട് തരും. 3 വോൾട്ട് കിട്ടിയാൽ പവർ കുറച്ചേ തരുള്ളൂ. അതായത് പവറിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രൈറ്റ്നസ് പറയുക. അപ്പോൾ ഇവൻ 3 വാട്ട് പവർ തരുമോ? ഇപ്പം ഇല്ല, കാരണം അവൻ 6 വോൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവന് പവർ കുറവായിരിക്കും, ഇവൻ്റെയും പവർ കുറവായിരിക്കും. അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്തവരും എന്ത് ചെയ്യുന്നില്ല? 3 വാട്ട് പവർ തരുന്നില്ല. പക്ഷേ ഇവർ 3 വാട്ട് പവർ തരുന്നുണ്ട്. കാരണം ഇവരുടെ പവർ റേറ്റിംഗിൽ തന്നെ പറയുന്നുണ്ട് 6 വോൾട്ട് കിട്ടിയാൽ 3 വാട്ട് തരുന്നത്. 6 വോൾട്ട് കിട്ടുന്നുമുണ്ട് പാരലൽ കണ്ടിതുകൊണ്ട്. ഇവിടെ 6 വോൾട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ 3 വാട്ട് പവർ തരുന്നുണ്ട്. അപ്പോൾ ഇവർ കൂടുതൽ ബ്രൈറ്റ്നസ് തരുന്നുണ്ട്, പവർ തരുന്നുണ്ട്. ഇവന്മാർ സീരീസിലുള്ള ബ്രൈറ്റ്നസ് കുറവേ തരുന്നുള്ളൂ. ഇത്ര എഴുതി വെച്ചാൽ മതിയായിരുന്നു. ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ. അപ്പോൾ വിച്ച് സർക്യൂട്ട് ഗ്ലോ ബ്രൈറ്റർ? എയിൽ തന്നെ, എയിൽ തന്നെയാണ് ബ്രൈറ്റർ കൂടുതൽ, പാരലലാണ് കൂടുതൽ ബ്രൈറ്റർ, കാരണം സെയിം വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇൻ സർക്യൂട്ട് എ both bulbs get 6 volt each. In circuit B both bulb gets only 3 volt each. രണ്ടിനും 3 വോൾട്ട് വീതം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ബ്രൈറ്റ്നസ് കുറവായിരിക്കും. ഇത്ര എഴുതിയാൽ പരീക്ഷ എഴുതിയൊക്കെ മാത്രമേ എഴുതിച്ചാൽ. സംഭവം ക്ലിയർ ആണ്? ഓക്കെ. ഇനി വേറെ എന്താ ചോദിച്ചിരിക്കുന്നത്? ജസ്റ്റിഫൈ ആൻസർ. അത് ജസ്റ്റിഫൈ ചെയ്യും. ഇനി ഇത് മാത്രമാണ് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റില്ല, ഇനിയും പല ചോദ്യങ്ങളും ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി കോൺസെപ്ഷ്യൽ ആയിട്ട് ചോദ്യം. അപ്പോൾ നമുക്ക് അതും കൂടി ഇങ്ങോട്ട് പഠിച്ചേക്കാം. കാരണം പരീക്ഷയിൽ ഇതേ ചോദ്യം മോഡൽ ചോദിച്ചത് അതേപോലെ ചോദിക്കണം നിർബന്ധമില്ല. ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നുള്ള നമുക്ക് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെ ചോദിക്കാം: 6 വോൾട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇവൻ 3 വാട്ട് തന്നേനെ. അങ്ങനെയാണ് 3 വോൾട്ടല്ലേ കിട്ടുന്നുള്ളൂ, എത്ര വാട്ട് പവർ അവൻ തരും എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നിങ്ങൾ ആദ്യം ഈ ഡേറ്റ ഉപയോഗിക്കുക. 3 വാട്ട് കിട്ടിയിരുന്നേ, 3 വാട്ട് എപ്പോൾ തരും? 6 വോൾട്ട് കിട്ടിയെങ്കിൽ. അപ്പോൾ ആ ഡേറ്റ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പവറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, പവർ = V²/R. ഇന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ റെസിസ്റ്റൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ V²/P ആണ് റെസിസ്റ്റൻസ് കിട്ടുക. നമുക്കറിയാം 6 വോൾട്ട് കിട്ടിയാൽ 3 വാട്ട് പവർ തരുന്നു. അപ്പോൾ ആ സംഭവം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 6 വോൾട്ടും 3 വാട്ട് പവറും ഇട്ട് കൊടുത്തേ. അപ്പോൾ 6
വോൾട്ട് 6 സ്ക്വയർ മുകളിൽ ഒരു 6 × 6 വരും, താഴെ 3 വാട്ട് പവർ വരും, കട്ട് ചെയ്തത് 2 വരും, 6 × 2 12 ഓമാണ് റെസിസ്റ്റൻസ്. അപ്പോൾ പവർ റേറ്റിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഒരു കാര്യം കൂടെ രസകരമായിട്ട് കിട്ടി. അതായത് ഇങ്ങനത്തെ ഒരു സർക്യൂട്ട്, ബൾബൊക്കെ വന്നുള്ള സർക്യൂട്ട് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ആക്കി മാറ്റാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് എല്ലാവരുടെയും പവർ റേറ്റിംഗ് സെയിം ആയ സ്ഥിതിക്ക്, എല്ലാവരുടെയും പവർ റേറ്റിംഗ് സെയിം ആയതുകൊണ്ട് ഇവൻ 12 ഓമാന്ന് നിങ്ങൾക്ക് പറയാം, ഇവൻ 12 ഓമാന്ന് നിങ്ങൾക്ക് പറയാം, ഇവൻ 12 ഓമാന്ന് നിങ്ങൾക്ക് പറയാം, ഇവൻ 12 ഓമാന്ന് നിങ്ങൾക്ക് പറയാം. ഇനി അവർക്ക് വേണമെങ്കിൽ ചോദിക്കായിരുന്നു ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ, ഇവൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ. അതൊരു ഹോംവർക്കായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ പോസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊക്കെ ചോദിക്കാം, ചോദിച്ചില്ല പക്ഷെ ചോദിക്കാം. എല്ലാം 12 ഓം, കാരണം എല്ലാം 3 വോട്ടും 6 വോൾട്ടും 3 വോട്ടും 6 വോൾട്ടാണ്. പവർ റേറ്റിംഗ് റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ 12 പാരലൽ കണ്ടിട്ട് എത്ര കിട്ടുക, 6 ഓമാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുക. ഇവിടെ 12 സീരീസ് ആണ്, 24 ഓമാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുക. ഇനി വേണം അവർക്ക് ചോദിക്കാം ഈ സർക്യൂട്ടിൽ കറണ്ട് എത്രയാണ്, അപ്പോൾ V = IR I = V/R ഉപയോഗിക്കുക, ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയല്ലോ 6 ഓമെന്ന്, ഇവിടെയും കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും ചോദിക്കാമായിരുന്നു, ഒന്നും ഇവർ ചോദിച്ചില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം സാർ ഇത്ര ചോദിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, ഇനി ചോദിക്കില്ല. ഇനിയും ചോദിക്കാം. ഇനി എന്താ ചോദിക്കാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചില്ല ഫുള്ള്. 6 വോൾട്ടാണ് 3 വാട്ട് കിട്ടും. പക്ഷേ 3 വോൾട്ടാണ് എത്ര കിട്ടുള്ളൂ, കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, വീണ്ടും നിങ്ങൾ അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചില്ലേ ഈ 12 ഓമെന്ന്, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇതേ ഇക്വേഷൻ ഉപയോഗിക്കുക, പവർ = V²/R. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ആക്ച്വലി കിട്ടുന്ന വോൾട്ടേജ് ഇട്ട് കൊടുക്കുക. കിട്ടുന്ന വോൾട്ടേജ് 3 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ 3 വോൾട്ട് ഇട്ട് കൊടുക്കുക. 3 സ്ക്വയർ 3 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയായിരിക്കും, പുതിയ വോൾട്ടേജ് 3 ആണ്, 3 സ്ക്വയർ എന്ന് കിട്ടും. 3 × 3 വോൾട്ടേ കിട്ടുന്നുള്ളൂ. പക്ഷേ പുതിയ റെസിസ്റ്റൻസ് എത്രയാണ്, നിങ്ങൾ റെസിസ്റ്റൻസ് മാറില്ലേ, നിങ്ങൾ വോൾട്ടേജ് മാറ്റിയാൽ റെസിസ്റ്റൻസ് എന്തിനാണ് മാറുന്നത്, റെസിസ്റ്റൻസ് 12 ഓമിൽ തന്നെ നിൽക്കും. വോൾട്ടേജ് മാറ്റിയാൽ പവർ മാറും, കറണ്ട് മാറും, ഒക്കെ ശരിയാണ്. റെസിസ്റ്റൻസ് മാറാൻ പോകുന്നില്ല. അപ്പോൾ റെസിസ്റ്റൻസ് 12 തന്നെ നിൽക്കും. പുതിയ റെസിസ്റ്റൻസ് 12 പഴയ റെസിസ്റ്റൻസ് 12. അപ്പോൾ അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്, കാരണം റെസിസ്റ്റൻസ് മാറില്ല. ഇനി ആലോചിച്ച് നോക്ക്, 3 12 കട്ടിയത് താഴെ വരും, 3/4 = 0.75 വാട്ടേ വരുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ് മക്കളെ, 6 വോൾട്ട് കിട്ടിയാൽ അവൻ 3 വാട്ട് തന്നേനെ. പക്ഷെ 3 വോൾട്ട് കിട്ടുന്നതുകൊണ്ട് ഇവൻ എത്ര വാട്ട് പവറേ തരുന്നുള്ളൂ, 1.5 വാട്ടും കൂടി തരുന്നില്ല, ഇതിന് പകുതി പോലും തരുന്നില്ല, 0.75 വാട്ടേ തരുന്നുള്ളൂ. ഇവൻ മാത്രമല്ല ഇവനും 0.75 തരുന്നുള്ളൂ. അപ്പം ഈ ഒരു ചോദ്യം കൂടെ അവർക്ക് ചോദിക്കുമായിരുന്നു. ഭാഗ്യത്തിന് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല. പക്ഷെ പബ്ലിക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റുമോ, അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ. അപ്പം ഇങ്ങനെ ചോദ്യം വന്നാൽ ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് പുതിയ എത്രയാണോ വോൾട്ടേജ് കിട്ടുന്നത് അത് ഇട്ട് കൊടുക്കുക, വീണ്ടും അതേ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, ആൻസർ വന്നോളൂ. ക്ലിയർ ആണോ, സെറ്റാണോ മക്കളെ? എന്നാൽ ഒരു ഹോംവർക്കായിട്ട് ചെയ്തേ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് എനിക്കും കൂടി ബോധ്യമാവാൻ വേണ്ടിയിട്ട്. അതേ ബൾബിന് 9 വോൾട്ട് കിട്ടിയിരുന്നെങ്കിൽ അവൻ എത്ര പവർ തരുമായിരുന്നു സാർ? അവൻ 6 വാട്ടല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ 9 വോൾട്ട് കൊടുത്താൽ സാർ 3 വാട്ടല്ലേ തരാൻ പറ്റുള്ളൂ, 9 കൊടുത്താൽ അതിനേക്കാളും കൂടുതൽ എങ്ങനെ തരിക? അത് നിങ്ങൾ ആലോചിക്കേണ്ട, ഇവൻ എത്ര വേണം തരാൻ പറ്റും നിങ്ങൾ വിചാരിച്ചോ. ഇതേ ബൾബിന് 6 വോൾട്ടിന് വരെ 3 വോൾട്ടാണ് കിട്ടിയിരുന്നെങ്കിൽ അവൻ എത്ര വാട്ട് പവർ തരുമായിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടുക. അതും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഇങ്ങനത്തെ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഗ്യാരണ്ടി. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഇനി ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഒരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ സാർ കോൺഫിഡൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം മക്കളെ. അതുവരെ അടിച്ച് പൊളിച്ച് പഠിക്കുക. ഫിസിക്സിൽ നമ്മൾ A+ അല്ല, ഫുൾ മാർക്ക് വാങ്ങിയിരിക്കും. ഓക്കെ, നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.